നമ്മുടെ ലിസാനുൽ ഖുർആനിലെ എട്ടാം പാഠം അല്ലേ? എട്ടാം പാഠല്ലേ? അദ്ദർസു സാമിൻ. എട്ടാം പാഠത്തിന്റെ തദ്രിബാത്തിലാണ് നമ്മൾ പറഞ്ഞെത്തിയത്. നഖറഉ വനഫ്ഹമുൽ ഫർഖ്. നമുക്ക് വായിക്കാം. നഖറഉ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം. വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. അൽ ഫർഖ വ്യത്യാസം മനസ്സിലാക്കാം. എങ്ങനെയുള്ള വ്യത്യാസം? അദദ്, മഅദൂദ് ഇവ തമ്മിൽ യോജിക്കേണ്ടി വരുന്നത് എപ്പോഴെല്ലാമാണ്? മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദിനെ മുദക്കറാക്കി പറയേണ്ടി വരുന്നത് എപ്പോഴെല്ലാമാണ്? നമുക്കറിയാം, അദദും മഅദൂദും യോജിക്കേണ്ടി വരുന്നത് അദദ് 1, 2 എന്നീ സംഖ്യകളാണെങ്കിലാണ്. അതായത് വാഹിദ്, ഇസ്നാനി എന്നീ സംഖ്യകളാകുമ്പോഴാണ് മഅദൂദിനോട് യോജിപ്പിച്ച് പറയേണ്ടത്. എന്നാൽ 3, 4, 5, 6, 7, 8, 9, 10 3 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും സംഖ്യകളാണെങ്കിൽ അദദും മഅദൂദും യോജിപ്പിക്കാതെയാണ് പറയേണ്ടത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി. യോജിപ്പിക്കാതെ പറയാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? മഅദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഅദൂദ് ചിലപ്പോൾ സംശയം ഉണ്ടാക്കും. ജസ എന്ന് പറഞ്ഞേ. ജസയുടെ തല ചാഞ്ഞിട്ടുണ്ട്, വീഴാതിരിക്കാൻ വേണ്ടി കുത്തു കൊടുത്തിരിക്കാം. ജസ പറഞ്ഞേ. മഅദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യമായിട്ട് പറഞ്ഞോ, മൈക്ക് ഓൺ ആക്കി പറഞ്ഞാൽ മതി. മൈക്ക് ഓൺ ആക്കി പറ. സമയം പോകുന്ന കുട്ടി, വേഗം മൈക്ക് ഓൺ ആക്കടോ. ആരെയും കേൾക്കുന്നുണ്ടാ? ശബ്ദത്തിന്റെ അലർജി ഉണ്ടാ? ആരും കേൾക്കുന്നില്ല അല്ലെ? പിന്നെ വേറെ ആരാ പറയാ? ഫാത്തിമ പറഞ്ഞേ. മഅദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടേ മഅദൂദാ? മഅദൂദ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊട ആവുക? ഹാദി പറഞ്ഞേ. എണ്ണം പറയപ്പെടുന്നത് നമുക്ക് ഏതൊരു വസ്തുവിന്റെ എണ്ണമാണ് നമ്മൾ പറയാൻ പോകുന്നത്? ആ വസ്തു, അതായത് എണ്ണപ്പെടുന്ന വസ്തു. കൊട എന്ന് പറയാൻ പറ്റില്ല. കൊടക്ക് മിവല്ലത്ത് എന്നല്ല പറയാ. നമ്മൾ എണ്ണപ്പെടുന്നത് കൊടനെ കുറിച്ചാണെങ്കിൽ കൊട മഅദൂദാണ്. പേനയുടെ എണ്ണമാണ് നമ്മൾ പറയുന്നതെങ്കിൽ പേനയാണ് മഅദൂദ്. തൊപ്പികളുടെ എണ്ണമാണ് പറയുന്നതെങ്കിൽ തൊപ്പിയാണ് മഅദൂദ്. കസേരകളുടെ എണ്ണമാണ് പറയുന്നതെങ്കിൽ കസേരയാണ് മഅദൂദ്. ഓക്കെ. എണ്ണം അറിയിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന പദം അതാണ് അദദ്. എന്ത് വസ്തുവിന്റെ എണ്ണത്തെയാണ് നമ്മൾ പറയുന്നത്? അതാണ് മഅദൂദ്. ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത്, മഅദൂദും അദദും യോജിച്ചു വരേണ്ടത്, മുദക്കറായും മുഅന്നസായും യോജിച്ചു വരേണ്ടത് അദദ്, വാഹിദ്, ഇസ്നാനി, അതായത് 1, 2 എന്നീ അർത്ഥമുള്ള അദദുകളാണെങ്കിൽ മാത്രമാണ് യോജിച്ചു വരേണ്ടത്. മഅദൂദിനോട് അദദ് യോജിച്ചു വരേണ്ടത് 1, 2 സംഖ്യകൾ ആകുമ്പോൾ മാത്രമാണ്. അതായത് വാഹിദ് എന്നോ ഇസ്നാനി എന്നോ ആയി എണ്ണം പറയുമ്പോൾ മാത്രമാണ് യോജിച്ചു വരേണ്ടത്. എന്നാൽ 3 എന്ന സംഖ്യയോ 4, 5, 6, 7, 8, 9, 10 ഇതിൽ ഏതെങ്കിലും സംഖ്യയോ ചേർത്താണ് നമുക്കൊരു വസ്തുവിന്റെ എണ്ണം പറയേണ്ടത് എങ്കിൽ തമ്മിൽ യോജിക്കാൻ പാടില്ല. ഈ മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദിനെ നമ്മൾ മുഅന്നസാക്കി പറയണം. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദിനെ മുദക്കറാക്കി പറയണം. നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദ് മുഅന്നസ് ആവണം. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുദക്കർ ആവണം. മറ്റൊന്ന്, ഇവിടെ 3 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ചേർത്ത് പറയുമ്പോൾ പാലിക്കേണ്ട മറ്റൊരു നിയമം എന്താണ്? ആദ്യം നമ്മൾ പറയേണ്ടത് അദദിനെയാണ്. അതിനെ തന്നെ ആ അദദിന്റെ ഇസ്മിൽ തന്നെ അവസാന അക്ഷരത്തിന് ഒരൊറ്റ ബൊമ്മ കൊടുത്ത് നിർത്തണം. തൻവീന് കൊടുക്കാൻ പാടില്ല. ഒരു ബൊമ്മിലാക്കി നിർത്തണം. അതിന്റെ ശേഷമാണ് മഅദൂദിനെ പറയേണ്ടത്. മഅദൂദിന്റെ അവസാന അക്ഷരത്തിന് കസ്റ് തൻവീന് കൊടുക്കണം.
അങ്ങനെയാണ് പറയാ. ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണങ്ങൾ ഇങ്ങനെ നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ചെറുതായിട്ട് വായിക്കാം. കിതാബുൻ വാഹിദുൻ. ഇവിടെ അദദിന്റെ ഇസ്മുകൾ വാഹിദാണ് അല്ലെ. നമ്മൾ പറഞ്ഞു വാഹിദ് ഇസ്നാനിക്ക് ഒരു നിയമവും സലാസ മുതൽ അഷറ വരെയുള്ളവയ്ക്ക് മറ്റൊരു നിയമവുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ വാഹിദ് ഇസ്നാനിക്ക് ഉള്ള നിയമം എന്താണ്? വാഹിദും ഇസ്നാനിയും മഅദൂദിനോട് യോജിച്ചു വരണം, ശേഷമാണ് വരേണ്ടത്. ആദ്യം മഅദൂദിനെ പറയണം, പിന്നെ മഅദൂദിനോട് യോജിച്ചു കൊണ്ട് ഈ അദദ് ശേഷം വരണം. മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദിനെ മുദക്കറാക്കി ശേഷം പറയണം. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദിനെ മുഅന്നസാക്കി പറയണം. അപ്പോ ഒരു കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, ഒരു പുസ്തകം എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം? കിതാബുൻ വാഹിദുൻ. ഇവിടെ സംഖ്യ ഒന്നാണ്, അതുകൊണ്ട് കിതാബുൻ എന്ന ഇസ്മ വാക്ക് മുദക്കറാണ്, അതുകൊണ്ട് കിതാബുൻ എന്ന് പറഞ്ഞ് അതിനോട് യോജിപ്പിച്ച് മുദക്കറാക്കി തന്നെ വാഹിദുൻ എന്ന സംഖ്യാപദം പറയണം. കിതാബുൻ വാഹിദുൻ, ഒരു കിതാബ്, ഒരു പുസ്തകം. ഇനി നേരെ മുഅന്നസ് ആയാൽ എങ്ങനെ ഉണ്ടാവുക? ഉദാഹരണം കാണാം. സയ്യാറത്തുൻ വാഹിദത്തുൻ. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറത്ത്. കാറത്ത് എന്ന് പറയാം മലയാളത്തില്. കാറ്. കാറത്ത് എന്ന് എന്തിനാ പറയുന്നത്? നിങ്ങൾ വെറുതെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയമാരി ഇരുന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഒന്ന് റെഡി ആയിട്ടിരിക്കേ. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറ് അല്ലേ? കാറത്ത് എന്നൊന്നും പറയണ്ട. സയ്യാറത്തുൻ വാഹിദത്തുൻ. ഇവിടെ വാഹിദത്തുൻ എന്ന് പറയാൻ കാരണം എന്താ? മഅദൂദാകുന്ന സയ്യാറത്ത് മുഅന്നസ് ആണ്, അതുകൊണ്ട് വാഹിദത്തുൻ എന്ന് പറഞ്ഞു. ഇനി ഇതേ നിയമമാണ് ഇസ്നാനിക്കും ഉള്ളത് അല്ലെ. വാഹിദിനും ഇസ്നാനിക്കും ഒരേ നിയമമാണ്. ആദ്യം മഅദൂദിനെ പറയണം, ശേഷം അദദിനെ പറയുമ്പോൾ അദദിനെ മഅദൂദിനോട് യോജിപ്പിച്ച് പറയണം. ഏത്? മുദക്കർ മുഅന്നസ് എന്ന വിഷയത്തിൽ. അപ്പോൾ കുർസിയാനി എന്ന് പറഞ്ഞാൽ രണ്ട് കസേരകൾ. രണ്ട് കസേരകൾ അല്ലേ? ഇസ്നാനി, സോറി, കുർസിയാനി എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് കസേരകൾ എന്നായിട്ടുണ്ട് അർത്ഥം. എന്നാലും ആ അർത്ഥത്തിന് ഒന്നുകൂടെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ഇസ്നാനി എന്ന സംഖ്യ കൂടെ ചേർത്ത് പറയാണ്. രണ്ട് കസേരകൾ. കുർസിയാനി എന്നത് മുദക്കറാണ്, കാരണം അതിൽ ഹാഉ തഅനീസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇസ്നാനി എന്നതും ഹാഉ തഅനീസ് താഇനെ ചേർക്കാതെ പറയണം. കുർസിയാനി ഇസ്നാനി ചേർത്ത് പറയുമ്പോൾ കുർസിയാനി ഇസ്നാനി, രണ്ടു കസേരകൾ. ഇനി മുഅന്നസ് ആക്കി പറയുമ്പോൾ എങ്ങനെ വരിക? ത്വാബിലത്തുൻ. കുർസിയുൻ എന്നാണ് മുഫ്രദ്. കുർസിയുൻ ഒരു കസേര, കുർസിയുൻ വാഹിദുൻ ഒരു കസേര, കുർസിയാൻ ഇസ്നാനി രണ്ട് കസേരകൾ. ഇനി മുഅന്നസ് ത്വാബിലത്തുൻ ടേബിൾ. ത്വാബിലത്തുൻ ടേബിൾ അല്ലെ? ത്വാബിലത്തുൻ അതിൽ ഹാഉ തഅനീസ് ഉണ്ട്, മുഅന്നസ് ആണ്. ത്വാബിലത്താനി രണ്ടു ടേബിൾ, രണ്ട് മേശ. ത്വാബിലത്താനി ഇസ്നതാനി. ത്വാബിലത്താനി എന്ന് പറയുമ്പോൾ അതിൽ താ ഉണ്ടല്ലോ, മുഅന്നസിന്റെ അടയാളമാകുന്ന താ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ അദദിനെ പറയുമ്പോൾ ഇസ്നതാനി. വാഹിദിനെയാണ് പറയുന്നതെങ്കിൽ ത്വാബിലത്താനി വാഹിദത്തുൻ എന്ന് പറഞ്ഞാൽ പോരാ. ത്വാബിലത്താനി എന്ന് പറയരുത്. വാഹിദാണെങ്കിൽ ത്വാബിലത്തുൻ എന്നേ പറയാൻ പാടുള്ളൂ അല്ലെ. രണ്ടാക്കാനാണ് നമ്മൾ ആനിയെ ചേർക്കുന്നത്. ത്വാബിലത്താനി ഇസ്നതാനി. ഓക്കെ, ഒരേ നിയമം വന്ന വാഹിദും ഇസ്നാനിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 മുതൽ സലാസ മുതൽ അശ്റ വരെ നമ്മൾ പറയാം. സലാസു ഏതാ? ഇനി പറയുമ്പോ ആദ്യം ഇതുവരെ നമ്മൾ മഅദൂദുകളിൽ ആദ്യം മഅദൂദ് മുദക്കറായ മഅദൂദും ആണ് പറഞ്ഞത്. ഇനിയും മഅദൂദ് മുദക്കറാകുമ്പോ അദദ് എന്തായിരിക്കും? മുഅന്നസായി മാറും. അടുത്തത് പറയാനുള്ളത് സലാസത്തു ഔറാഖിൻ. വറഖുൻ ജംഅ് ഔറാഖുൻ. വറഖുൻ എന്ന് പറഞ്ഞാൽ ഇല. ഇലക്ക് വറഖ് എന്ന് പറയാം, കടലാസിനും വറഖ് എന്നൊക്കെ പറയാം. എന്നാ പോട്ടെ, ഇവിടെ ഇലയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വറഖ് ഇല, ഔറാഖ് ഇലകൾ. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് എഴുതി കൊടുക്കാം. ഔറാഖ് എന്നതിന്റെ അടുത്ത് തന്നെ വറഖ് എന്ന് എഴുതി കൊടുക്കാം. നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ, അതാണ് നല്ലത്. വറഖ് ഔറാഖ് ഇലകൾ. അപ്പൊ സലാസത്ത് ഔറാഖിൻ എന്ന് പറയുമ്പോ 3 ഇലകൾ. ഇവിടെ എന്തായി? ഇവിടെ അദദ് 3 ആണ്. അപ്പോ നമ്മൾ 3-ഓ 3-ൽ
മൂന്നിനേക്കാൾ കൂടിയതോ ആണെങ്കിൽ 10 വരെയുള്ള സംഖ്യകളിൽ മൂന്നോ മൂന്നിനേക്കാൾ കൂടിയ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതതിനെ പറയണം. പിന്നെ ഈ അതതിനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മഅദൂദിനെ ശേഷമാണ് പറയേണ്ടത്. മഅദൂദ് മുദക്കർ ആണെങ്കിൽ അതതിനെ നമ്മൾ മുഅന്നസാക്കിയാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ സലാസത്തു എന്ന് മുഅന്നസാക്കി പറയാനുള്ള കാരണം എന്താ? ശേഷം അതദ് മഅദൂദിനെ പറയുന്നത് മുദക്കറായിട്ടാണ്. അതുകൊണ്ട് ഇവിടെ അതതിനെ മുഅന്നസാക്കി പറയണം. ആ നിയമത്തോട് യോജിച്ച് ചെയ്തതാണ്. അപ്പൊ സലാസത്തു ഔറാഖിൻ. ഓക്കെ, വറഖ് ഔറാഖ്, അർത്ഥം 3 ഇലകൾ. ഇനി മഅദൂദ് മുഅന്നസ് ആകുമ്പോൾ നമ്മൾ അതതിനെ മുദക്കറാക്കിയതിന് ഉദാഹരണം കാണാം. ദജാജത്ത്, പിടക്കോഴി. ദജാജത്തുൻ, ദജാജത്തുൻ എന്നതിന്റെ ജംആണ് ദജാജാത്തുൻ. അപ്പൊ 3 പിടക്കോഴികൾ എന്ന് പറയുമ്പോ ദജാജത്ത് എന്നുള്ളത് മുഅന്നസ് ആണല്ലോ. അപ്പൊ 3 എന്ന അർത്ഥം വരുന്ന വാക്കിനെ നമ്മൾ മുദക്കറാക്കി പറയണം. അതാണ് പറയുന്നത് സലാസു ദജാജാത്തിൻ, 3 പിടക്കോഴികൾ. ഓക്കെ, ഇനി 4 എന്ന സംഖ്യ ചേർത്ത് പറയുമ്പോ ആദ്യം മുദക്കർ, മഅദൂദ് മുദക്കറായിട്ട് പറയണം. ത്വാലിബ്, തുല്ലാബ്. ത്വാലിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്ന അർത്ഥം വരുന്ന ത്വാലിബിന്റെ ജംആണ് തുല്ലാബ്. അപ്പൊ 4 വിദ്യാർത്ഥികൾ എന്ന് നമുക്ക് പറയണമെങ്കിൽ എങ്ങനെ പറയണം? തുല്ലാബ് മുദക്കറാണ്. അപ്പം 4 എന്ന അർത്ഥം വരുന്ന പദത്തെ മുഅന്നസാക്കി പറയണം. അർബഅതു തുല്ലാബിൻ, അർബഅതു തുല്ലാബിൻ, 4 വിദ്യാർത്ഥികൾ. ഇനി നേരെ മുഅന്നസാക്കി പറയുമ്പോഴോ വിദ്യാർത്ഥിനി എന്ന അർത്ഥം വരുന്നത് ത്വാലിബത്ത്, ത്വാലിബത്തുൻ, വിദ്യാർത്ഥിനി. അതിന്റെ ജംആണ് ത്വാലിബാത്തുൻ, വിദ്യാർത്ഥിനികൾ. അപ്പൊ 4 വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ 4 എന്ന സംഖ്യാ പദത്തെ നമ്മൾ പറയുമ്പോൾ മുദക്കറാക്കി പറയണം. കാരണം ഇവിടെ മഅദൂദ് ത്വാലിബാത്തുൻ എന്ന മുഅന്നസാണ്. അപ്പൊ നമ്മൾ സംഖ്യാപദത്തെ മുദക്കറാക്കി പറയുമ്പോൾ എങ്ങനെ പറയണം? അർബഉ ത്വാലിബാത്തിൻ എന്ന് പറയണം. ശരിയാണോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായവരൊന്ന് കൈ വന്ദിച്ചേ, വലത്തെ കൈ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് ഹൻഫ അടുത്ത കൈ അങ്ങനെ പൊക്കിയിട്ടുണ്ട്. സാരില്ല, നാളെ പൊക്കിയാൽ മതി വലത്തെ കൈ. ആ, ഇനി 5 ചേർത്ത് പറയാം. ആദ്യം മഅദൂദ് മുദക്കർ ആകുമ്പോൾ 5 എന്ന അർത്ഥം വരുന്ന അതത് എന്ത് ചെയ്യണം? മുഅന്നസാക്കണം. കിതാബ് എന്നതിന്റെ ജംആണ് കുതുബ്. എഴുതി വെക്കാൻ നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ, സ്പീഡിൽ എഴുതണം. കിതാബ് എന്നതിന്റെ ജംആണ് കുതുബ്, പുസ്തകം, പുസ്തകങ്ങൾ. 5 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ 5 എന്ന അർത്ഥം വരുന്ന വാക്കിനെ നമ്മൾ മുഅന്നസാക്കി പറയണം. കാരണം ഇവിടെ മഅദൂദ് മുദക്കറാണ്. അപ്പോ ഖംസതു കുതുബിൻ എന്ന് പറയണം, 5 പുസ്തകങ്ങൾ. ഇനി നേരെ മുഅന്നസാക്കുമ്പോ മറ്റൊരു വാക്ക് നോക്കാം. മഅദൂദ് മുഅന്നസായത് അധ്യാപിക, മുദർരിസത്തുൻ. മുദർരിസത്തുൻ എന്ന് പറഞ്ഞാൽ അധ്യാപിക, ടീച്ചർ അല്ലെ? അധ്യാപിക മുഅന്നസ് അല്ലേ? മുദർരിസത്തുൻ, ഹ തഅനീസ് ഉണ്ട്. അതിന്റെ ജംആണ് മുദർരിസാത്തുൻ. ഇനി നമുക്ക് 5 അധ്യാപികമാർ എന്ന് പറയുമ്പോ 5 എന്ന അർത്ഥമുള്ള വാക്കിനെ മുദക്കറാക്കി പറയണം. കാരണം ഇവിടെ മഅദൂദ് മുഅന്നസ് ആണ്. അപ്പൊ അതതിനെ മുദക്കറാക്കി പറയണം. പറയുമ്പോൾ എന്ത് പറയാം? ഖംസു മുദർരിസാത്തിൻ, 5 അധ്യാപികമാർ. അടുത്തത് 6 എന്ന സംഖ്യ ചേർത്ത് പറയുമ്പോ മുദക്കറായ മഅദൂദ് ആയതുകൊണ്ട് അതതിനെ മുഅന്നസാക്കി. സിത്തതു അത്ബഇൻ, 6 ഡോക്ടർമാർ. ത്വബീബ്, ത്വബീബ് എന്നതിന്റെ ജംആണ് അത്ബാ. ത്വബീബ് ഡോക്ടർ, അത്ബാ ഡോക്ടർമാർ. 6 ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ സിത്തത്തു അത്ബാഇൻ. ത്വബീബ് എന്നത് മുദക്കറാണ്, അതുകൊണ്ട് നമ്മൾ സിത്തത്തുൻ എന്ന് താ ചേർത്ത് പറയണം, മുഅന്നസാക്കി പറയണം. സിത്തത്തു അത്ബാഇൻ, 6 ഡോക്ടർമാർ. ഇനി മുഅന്നസായ മഅദൂദ് വരുന്നത് മുമർരിളാത്ത്. മുമർരിളത്തുൻ എന്ന് പറഞ്ഞാൽ നഴ്സ്. മുമർരിളത്തുൻ, നഴ്സ്. അതിന്റെ ജംആണ് മുമർരിളാത്തുൻ. മുമർരിളത്തുൻ, അതിന്റെ ജംഅ് മുമർരിളാത്തുൻ. 6 നഴ്സുമാർ എന്ന് പറയുമ്പോൾ നമ്മൾ സിത്തത്തു മുമർരിളാത്തിൻ എന്ന് പറയരുത്. ഇവിടെ പറയേണ്ടത് എന്താണ്? ഫിദാൻ, 'ഫിദാന്' കമ്പ്യൂട്ടറിലാണോ? 'ഫിദാൻ' കമ്പ്യൂട്ടറിലാണോ?
ലാപ്ടോപ്പിലാണോ? ഓ ഫിദാന് ഇപ്പോ കയറിയിട്ടുള്ളത് ലാപ്ടോപ്പിലാണോ? ആ ഓക്കെ. നിനക്ക് റെക്കോർഡ് ചെയ്യണോ? നീ അതിൽ കളിക്കുന്നുണ്ട് അല്ലേ? ഉം. ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചില്ല, ഇവിടെ അറിയുന്നുണ്ട്. ഞാൻ ഡിക്ലൈൻ ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നീ വേറെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാ യൂട്യൂബിൽ വിടുന്നത്. ഓക്കെ, പറഞ്ഞു വന്നതിന്റെ ഫ്ലോ നഷ്ടപ്പെട്ട്. നിങ്ങൾ ആരും അതിൽ കളിക്കരുത് എന്ന് ഞാൻ പലതവണ പറയാറുണ്ട്. ഇവിടെ മനസ്സിലാകും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എവിടെ എത്തി? ഇതാ പറഞ്ഞേ, മൈക്കോണാക്കി പറഞ്ഞോ. ഞാൻ പറഞ്ഞു വന്നത് എവിടെ എത്തി? എനിക്ക് തന്നെ അറിയാം, ഓർമ്മയില്ല. വേം പറ, സമയമില്ല. മൈക്കോണാക്കി വേം പറ, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. സമാനി ദറജത്തി. അല്ലല്ലോ, അവിടെ എത്തിയാ? ഇതെന്താ സൂപ്പർ സോണിക്കാ? സമാനി ദറജാത്തിന് ഞാൻ പറഞ്ഞാ? എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് കേട്ടിട്ട്. ഞാനില്ലാതെ AI വന്ന് ക്ലാസ് എടുത്തോ ആ ഭാഗമൊക്കെ? കുറെ അങ്ങ് കൂട്ടിപ്പിടിച്ച് പറഞ്ഞതാ. നീ പൂർണ്ണ ശ്രദ്ധ ലാപ്ടോപ്പിലായി പോയി. അതാണ് തൊട്ട് കളിക്കരുത്, തൊട്ട് കളിക്കരുത് എന്ന് പറയുന്നത്. നമ്മള് നേഴ്സുമാരെ കുറിച്ചാ പറഞ്ഞത് അല്ലേ? മുമര്യവത്തുൻ നേഴ്സ്, മുമര്യവാത്തുൻ നേഴ്സുമാർ. 6 നേഴ്സുമാർ എന്നെങ്ങനെ പറയാം? സിത്തു മുമര്യവാത്തിൻ. സിത്തു എന്ന് അതതിനെ മുദക്കറാക്കി പറയണം, കാരണം മഅദൂദാകുന്ന മുമര്യവാത്ത് മുഅന്നസാണ്. ഇനി 7 എന്ന സംഖ്യ ചേർത്ത് മുദക്കറാകുന്ന മഅദൂദിനെ പറയാം. ത്വയ്റ് എന്നതിന്റെ ജംആണ് തുയൂർ. ത്വയ്റ് പക്ഷി, തുയൂർ പക്ഷികൾ, മുദക്കറാണ്. അപ്പൊ സബ്അതു തുയൂരിൻ 7 പക്ഷികൾ. എന്നാൽ ഒട്ടക പക്ഷിക്കാണ് നഅമത്ത് എന്ന് പറയാം. നഅമ എന്ന് പറഞ്ഞാൽ ഒട്ടക പക്ഷി, അതിന്റെ ജംആണ് നഅമാത്ത്, ഒട്ടക പക്ഷികൾ. അപ്പൊ 7 ഒട്ടക പക്ഷികൾ, അത് മുഅന്നസ. അപ്പൊ സബ്ഉ നഅമാത്തിൻ എന്ന് അതതിനെ മുദക്കറാക്കി പറയാം. ഇനി വർദ്, വുറൂദ്, റോസാപ്പൂവ് അല്ലെ? വർദ് റോസാപ്പൂവ്, വുറൂദ് റോസാപ്പൂക്കൾ, എന്താണ്? മുദക്കറാണ്. അപ്പൊ സമാനിയത്തു വുറൂദിൻ എന്ന് പറയണം. അടുത്തത് സൈക്കിൾ, ദറാജത്ത്. നേരത്തെ പറഞ്ഞ ദജാജ പിടക്കോഴിയാണ്. ദറാജത്ത് പിടക്കോഴിയല്ല. ദറാജത്ത് സൈക്കിളാണ്. ദറാജത്ത് മുഅന്നസ. ദറാജത്തുൻ എന്ന വാക്ക് മുഅന്നസ, കാരണം അതിൽ ഹൗ തഅനീസ് ഉണ്ട്. അതിന്റെ ജംആണ് ദറാജാത്തുൻ. അപ്പോൾ 8 സൈക്കിളുകൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ സമാനി ദറാജാത്തിൻ എന്നാ പറയേണ്ടത്. കാരണം സമാനിയത്തു എന്ന് പറയരുത്, കാരണം ദറാജാത്ത് എന്ന മഅദൂദ് മുഅന്നസാണ്. അതുകൊണ്ട് ഇവിടെ അദദിനെ നമ്മൾ മുദക്കറാക്കി സമാനി ദറാജാത്തിൻ എന്ന് പറയണം. ഇനി ലൗന്, അൽവാന്. ലൗന് നിറം, അൽവാന് നിറങ്ങൾ. 9 നിറങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? ലൗന് മുദക്കറാണ്. അപ്പൊ 9 വർണ്ണങ്ങൾ, 9 നിറങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? തിസ്അത്തു അൽവാനിൻ എന്ന് പറയണം. 9 നിറങ്ങൾ. ഇനി ബിൻത്ത്, ബനാത്ത്. ബിൻത്ത് പെൺകുട്ടി, ബനാത്ത് പെൺകുട്ടികൾ. 9 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ബിൻത്തുൻ എന്നത് പെൺകുട്ടി മുദക്കറ മുഅന്നസം ചോദിക്കൽ തന്നെ പൊട്ടത്തരാണ് അല്ലെ? കാരണം പെൺകുട്ടി മുദക്കറ മുഅന്നസം ആരെങ്കിലും ചോദിക്കോ? പെൺകുട്ടി പെൺകുട്ടി തന്നെ അല്ലേ? അപ്പോ പെൺകുട്ടി പെൺകുട്ടികൾ, അത് മുഅന്നസ. അപ്പൊ നമ്മൾ അദദിനെ മുദക്കറാക്കണം. അപ്പൊ 9 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ തിസ്ഉ ബനാത്തിൻ, 9 പെൺകുട്ടികൾ എന്ന് പറയാം. പിന്നെ ശബ്ദം കേൾക്കുന്നുണ്ടാ? 9 പെൺകുട്ടികൾ എന്ന് പറഞ്ഞു. ഇനി 10 പുരുഷന്മാർ. ദക്കർ പുരുഷൻ, ദുക്കൂർ പുരുഷന്മാർ. പുരുഷന്മാർ മുദക്കറ മുഅന്നസ? മുദക്കർ. മുദക്കർ. ഓക്കെ ഓക്കെ, മതി മതി. മുദക്കർ. 10 പുരുഷന്മാർ എന്ന അർത്ഥം വരുമ്പോൾ പറയണമെങ്കിൽ അശ്റത്തു എന്ന അദദിനെ നമ്മൾ മുഅന്നസാക്കി പറയണം അല്ലെ? അശ്റത്തു ദുക്കൂരിൻ, ദക്കർ ദുക്കൂർ, അശ്റത്തു ദുക്കൂരിൻ, 10 പുരുഷന്മാർ. എന്നാൽ ബോർഡ്, നമ്മുടെ ബ്ലാക്ക് ബോർഡ് ഒക്കെ അല്ലേ? ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ സബൂറത്തുൻ സൗദ
വൈറ്റ് ബോർഡ് ആണെങ്കിൽ സബൂറത്തുൻ ബൈദാ, വൈറ്റ് ബോർഡ് അല്ലെ. ബോർഡിന് പറയുന്നതാണ് സബൂറത്ത്, അത് മുഅന്നസാണ്. ബോർഡ് മുഅന്നസാണ് കേട്ടോ. ബോർഡല്ല, സബൂറത്ത് എന്ന വാക്ക് മുഅന്നസാണ്. കാരണം അതിൽ ഹഉ തഅനീസ് ഉണ്ട്. ഹഉ തഅനീസ്. ഇപ്പൊ സബൂറത്ത് അതിന്റെ ജംആണ് സബൂറാത്തുൻ. അപ്പൊ 10 ബോർഡുകൾ എന്ന് പറയണമെങ്കിൽ അശ്റു സബൂറാത്തിൻ എന്ന് പറയണം. 10 ബോർഡുകളാത്തിൻ എന്ന് പറയുന്ന പോലെ 10 ബോർഡുകളാത്തിൻ. ഓക്കെ, മനസ്സിലായല്ലോ? 3 മുതൽ 10 വരെയുള്ള അദദും മഅദൂദും തമ്മിൽ വിയോജിക്കണം. വർഗ വിവേചനം വേണം. ജാതി വിവേചനം, എന്താ പറയാ, ആണ് പെണ്ണ് എന്നുള്ളതിന് എന്താ പറയാ, ജെൻഡർ ഈക്വാലിറ്റി അല്ല, അൺഈക്വാലിറ്റി. ലിംഗവിവേചനം, വർഗവും ജാതിയല്ല, ലിംഗവിവേചനം അല്ലെ. ആണോ പെണ്ണോ എന്ന് വേർതിരിക്കുന്നത് ലിംഗാടിസ്ഥാനത്തിലാണ്. അപ്പൊ 3 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ചേർത്ത് പറയുമ്പോൾ ലിംഗവിവേചനമാണ് വേണ്ടത്. 1, 2 സംഖ്യകൾ ചേർത്ത് പറയുമ്പോൾ ലിംഗയോജിപ്പാണ് വേണ്ടത് അല്ലെ. പുല്ലിംഗമാണ് മഅദൂദെങ്കിൽ അദദ് പുല്ലിംഗമായിരിക്കണം. മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുദക്കറാവണം. 1, 2 സംഖ്യകളാണെങ്കിൽ. 3 മുതൽ 10 വരെയുള്ള സംഖ്യകളാണെങ്കിൽ മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നസാവണം. മഅദൂദ് മുഅന്നസാണെങ്കിൽ അദദ് മുദക്കറാവണം. ഇത്രയേ നമുക്ക് ഇതിൽ പ്രധാനമായി മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ഈ ഉദാഹരണങ്ങളും ഈ ഉദാഹരണങ്ങളുടെ അർത്ഥങ്ങളും നമ്മൾ പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, എന്താണ് സബൂറാത്തുൻ എന്നതിന്റെ മുഫ്രദ് എന്താണെന്ന് ചോദിക്കാം. സബൂറാത്ത് എന്ന് പറഞ്ഞാൽ ബോർഡുകൾ, എന്നാൽ ഒരു ബോർഡിന് എന്താ പറയാ, സബൂറത്തുൻ എന്ന് പറയാം. അതുപോലെ ദജാജത്തുൻ അല്ലെങ്കിൽ നഅമാത്ത് എന്നതിന്റെ മുഫ്രദ് എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ മുമർരിദത്തുൻ എന്നതിന്റെ ജംഅ എന്താണ്, മുമർരിദാത്തുൻ. അത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അർത്ഥം ചോദിക്കും. മുമർരിദത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അത്തിബ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ അത് പഠിക്കണം. ഇനി നമ്മോട് പൂരിപ്പിക്കാൻ പറയുന്നുണ്ട്. എന്താണ് ആ ചോദ്യം വരുന്നത്, എങ്ങനെയാണ്? നുകമ്മിലു ഡാഷ് കുത്തുബിൻ. നമുക്ക് കുത്തുബിൻ എന്നതിന് മുമ്പ് ഒരു സംഖ്യ കൊടുക്കണം. കുത്തുബ് എന്നുള്ളത് ജംഅ അല്ലേ, മുദക്കറ മുഅന്നസ? വേഗം പറ. മുദക്കർ. മുദക്കർ. നമ്മള് 1, 2 അല്ലെങ്കിൽ 2-നേക്കാൾ കൂടുതലുള്ള സംഖ്യയാണോ കൊടുക്കേണ്ടത്? ഒന്ന് പറഞ്ഞേ. 2-നേക്കാൾ കൂടുതലുള്ളത്. 2-നേക്കാൾ കൂടുതലുള്ള സംഖ്യ. കാരണം അത് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? 1, 2 സംഖ്യകളാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് ആദ്യം പറയണം. ഏത്? കുത്തുബുൻ എന്ന അല്ലെ, ആദ്യം പറയണമായിരുന്നു. ഇവിടെ രണ്ടാമത് കെസ്ർ കൊടുത്താണ് പറഞ്ഞത്. അപ്പൊ മനസ്സിലായി ഇത് 3-ഓ അതിനേക്കാൾ കൂടുതലോ സംഖ്യയാണ് നമ്മൾ കൊടുക്കുക. ഏത് സംഖ്യ നമുക്ക് കൊടുക്കാം കേട്ടോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുത്തുബ് എന്നുള്ളത് മുദക്കർ ആയതുകൊണ്ട് നമുക്ക് മുന്നേ കൊടുക്കുന്ന സംഖ്യാപദം മുഅന്നസാക്കണം. കുത്തുബ് മുദക്കർ ആയതുകൊണ്ട് മുന്നേ കൊടുക്കുന്ന സംഖ്യാപദം മുഅന്നസാവണം. നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇഷാന് പറയൂ. ഇഷാൻ ഒരു സംഖ്യ പറഞ്ഞോ, മുഅന്നസാക്കി പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ള സംഖ്യ പറയാം. 3. എടാ 3 ഉൾപ്പില്ലാതെ മലയാളത്തിൽ പറയാൻ നീ വേണോ? ചെലാച്ചേ, സലാസത്തു അറബി വ്യക്തമായിട്ട് പറ. സലാസത്തു വായിക്ക്. ഉണ്ടാ പോടോ. എവിടെ എഴുതി വായിക്ക്, നോക്കി വായിക്കാൻ അറിയില്ലേ? സലാസത്തു അക്ലാമിന്നോ? കുത്തുബല്ലേ? കിതാബ് എവിടെ? അതിലെ പൂരിപ്പിക്കാനുള്ള വായിക്ക്. 1-ാമത്തെ ലൈന് വായിക്ക്. കുത്തുബി അല്ല, കുത്തുബിൻ എന്ന് വായിക്കണം. അടുത്തത് ഖംസു ഡാഷ്. റമീനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഉറക്ക് വരുന്നുണ്ടെന്നാ തോന്നുന്നു. ഉറക്ക് വരുന്നതിന് മുന്നേ റമീൻ ഞാൻ പറഞ്ഞോ, നമുക്ക് ഖംസുവിനെ ചേർത്ത് ഒരു വാക്ക് പറയണം. ഇഷ്ടമുള്ളത് പറയാം. ഖംസു ഇവിടെ മനസ്സിലായി. 3-നേക്കാൾ വലിയ സംഖ്യയാണ്. 3-നേക്കാൾ വലിയ സംഖ്യയാണ്. ഇഷാൻ മൈക്ക് ഓഫ്. ഖംസു എന്നതിനെ അദദിനെ മുദക്കറാക്കിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ശേഷം കൊടുക്കേണ്ട മഅദൂദ് മുഅന്നസ് ആയിരിക്കണം അല്ലേ? അപ്പൊ ഇഷ്ടമുള്ള ഒരു മഅദൂദിനെ പറഞ്ഞോ. ഖംസു എന്ന് 5 മഅദൂദ് ജംആക്കണം, മുഅന്നസ് ആക്കണം. പറഞ്ഞോ.
ഇഷ്ടമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് പറഞ്ഞ മുദരി- ഇഷ്ടമുള്ള ഒരു ജംഅ് മുഅന്നസായ ജംഅ്. മുദരിസാത്ത്. അയ്വ മുദരിസാത്ത് എന്നല്ല, മുദരിസാത്തിൻ. വ്യക്തമായി ഹർക്കത്ത് വ്യക്തമാക്കി വാക്യ ഹംസു. ഖംസു മുദരിസാത്തിൻ. വെരി ഗുഡ്, അങ്ങനെയാണ് പറയേണ്ടത്. ലിസാൻ പഠിക്കുമ്പോൾ നമ്മൾ തുടക്കം അവസാനത്തെ ഹർക്കത്ത് വ്യക്തമാക്കി പറയണം. ഹംസു മുദരിസാത്തിൻ. വെരി ഗുഡ്. അടുത്തത് സബ്അത്തു ഡാഷിൻ. ആര് പറയും? കൈ ഉയർത്തിയാ മതി. നഷ്വ പറഞ്ഞോ, നഷ്വ. സബ്അത്തു ഡാഷിൻ ഒന്ന് വേഗം പറഞ്ഞേ. മൈക്ക് ഓണാക്കടോ. സബഅത്ത് തുയൂരിൻ. വെരി ഗുഡ്, ശരിയാണ് അല്ലേ? സബ്അത്ത് എന്ന അദദിനെ മുഅന്നസാക്കി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ മഅദൂദിനെ മുദക്കറാക്കിയാണ് പറയേണ്ടത്. ത്വയ്ർ എന്താണ്? മുദക്കറാണ്, അതിന്റെ ജംആണ് തുയൂർ. തുയൂർ എന്ന് പറഞ്ഞാൽ പക്ഷികൾ അല്ലെ, 7 പക്ഷികൾ. അടുത്തത് ഡാഷു ബഖറാത്തിൻ. ഒരു ബോയ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് പറയാം, അല്ലെങ്കിൽ ഗേൾസിനും പറയാം. കൈ ഉയർത്തിയ ആൾക്ക് പറയാം. റമീന് പറയണ്ട. റമീൻ നോ, നോ ആവർത്തനം. 2ാം തവണ ചോറ് തരില്ല. സ്ഥലം പണിയാനായി. ആയിക്കോട്ടെ, അത് കഴിയാനായി. കഴിഞ്ഞു. ഒരാൾ പറഞ്ഞോ? ആരുമില്ല? മൻഹ, മൻഹ. യെസ്, വെരി ഗുഡ്. മൻഹ മൈക്കോണാക്കി പറഞ്ഞോളൂ. ഡാഷ് ബക്കറാത്ത്. ബക്കറാത്ത് എന്ന് പറഞ്ഞാൽ പശുക്കൾ, പശുക്കൾ അല്ലേ? ഒരു സംഖ്യ കൊടുക്കണം. ഇഷാം ഉണ്ടാക്കടോ. തിസ്ഉ ബഖറാത്തിൻ. അതാരാ പറഞ്ഞത്? മൻഹയാണോ? ഓക്കെ. കണ്ടിട്ട് ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. തിസ്ഉ ബഖറാത്തിൻ അല്ലേ? എന്താ അർത്ഥം കൂടെ പറ. മൈക്കോണാക്കി പറയണം. മൈക്കോണാക്കി ഞാൻ അങ്ങനെ പറയണോ? ഞാൻ പറ. കാറോ? ബക്കറാത്ത് പറഞ്ഞ പശു, പശു. 6 പശുക്കൾ. എന്ന് പറഞ്ഞ 6 ആണ്. ഇനി അങ്ങനെ കൂട്ടി പോണം. റിൻഷ, റിൻഷ പറഞ്ഞേ. തിസ്ഉ എന്ന് പറഞ്ഞ എത്രയാണ്? 9. വെരി ഗുഡ്. 9 പശുക്കൾ. മൻഹ പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷെ അർത്ഥത്തിൽ ചെറുതായിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഉറക്കം തൂങ്ങാണോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. സാരല്ല. 9 പശുക്കൾ മതി. നമുക്ക് സലാത്തില്ലല്ലേ? ഓക്കെ, ഇന്ന് നമ്മുടെ റാസിന്റെ നേതൃത്വത്തിൽ സലാത്ത് മജ്ലിസ് നടക്കാൻ പോവാണ്. റാസിന് മൈക്ക് ഓഫ് ആക്കി സലാത്തല്ല, ഞാൻ മൈക്ക് ഓൺ ആക്കി ചൊല്ലിക്കോളാം. ബാക്കി എല്ലാവരും മൈക്ക് ഓഫ് ആക്കി കൂടിക്കോളൂ ട്ടാ. റാസിന് നേതൃത്വം കൊടുക്കണേ മൈക്ക് ഓഫ് ആക്കിയിട്ട്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.